ഓളൂർ ഇതൊരു മണ്ഡലത്തിന്റെ പേര് മാത്രമല്ല, കേരളത്തിന്റെ രാഷ്ട്രീയ മനസ്സ് അറിയാനുള്ള ഒരു താക്കോലാണ്. കേരളം എങ്ങോട്ട് ചിന്തിക്കുന്നു എന്ന് കൃത്യമായി കാണിച്ചു തരുന്ന ഒരു കണ്ണാടി. ആ കണ്ണാടിയിലേക്ക്, ഓളൂറിന്റെ ഉള്ളറകളിലേക്ക് നമുക്കൊന്ന് ആഴത്തിൽ നോക്കാം. കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനമായ തൃശൂരിന്റെ ഹൃദയഭാഗത്താണ് ഓലൂർ. കുറച്ച് നഗരവും കുറച്ച് ഗ്രാമവും ചേർന്ന ഒരു പ്രദേശം. ഈയൊരു മിശ്രിത സ്വഭാവം തന്നെയാണ് ഓളൂരിലെ രാഷ്ട്രീയത്തെ ഇത്രയേറെ സങ്കീർണവും പ്രവചനാതീതവുമാക്കുന്നത്. ഈ കണക്കുകൾ നോക്കൂ. ഇവിടെ കഥ മാറുകയാണ്. 2016 നിന്ന് 2021 എത്തുമ്പോൾ LDFും UDFും തമ്മിലുള്ള മത്സരം കൂടുതൽ മുറുകുന്നു. പക്ഷേ അതിലും ശ്രദ്ധേയമായ ഒരു കാര്യം NDAയുടെ വോട്ട് വിഹിതത്തിലുണ്ടായ വർധനവാണ്. ഇത് വ്യക്തമാക്കുന്നത് പരമ്പരാഗത വോട്ട് ബാങ്കുകളിൽ നിന്ന് വോട്ടുകൾ എങ്ങോട്ടോ ഒഴുകിപ്പോകുന്നു എന്നാണ്. കളി ഇനി നേർക്കുനേരെയല്ല, ഒരു ത്രികോണ മത്സരമായി മാറുകയാണ്. ഇതാണ് നമ്മൾ ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. കഴിഞ്ഞ 4 പതിറ്റാണ്ടായി കേരളം ആര് ഭരിക്കുമോ ഓളൂർ അവർക്കൊപ്പം നിന്നിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഇപ്പോഴത്തെ ഈ മാറ്റങ്ങൾ ഓളൂർ നമ്മളോട് എന്തായിരിക്കും പറയാൻ ശ്രമിക്കുന്നത്? കേരളത്തിന്റെ ഭാവിയെക്കുറിച്ചുള്ള എന്ത് സൂചനയാണത് നൽകുന്നത്? ഏതൊരു തിരഞ്ഞെടുപ്പിന്റെയും ഫലം തീരുമാനിക്കുന്നത് വലിയ രാഷ്ട്രീയ പ്രസംഗങ്ങളല്ല, മറിച്ച് സാധാരണ മനുഷ്യരുടെ ദൈനംദിന ജീവിതത്തിലെ ചെറിയ ചെറിയ സങ്കടങ്ങളും ആവശ്യങ്ങളുമാണ്. നമുക്ക് ഓലൂരിലെ മണ്ണിന്റെ, അവിടുത്തെ മനുഷ്യരുടെ പറയാത്ത സങ്കടങ്ങളിലേക്കൊന്ന് ഇറങ്ങിച്ചെല്ലാം. ഓലൂരിന്റെ ഈ സാമൂഹിക ഘടന കണ്ടോ? ഹിന്ദുക്കൾ, ക്രിസ്ത്യാനികൾ, മുസ്ലിംകൾ, ഓരോ വിഭാഗത്തിനും അവരുടേതായ ആശങ്കകളുണ്ട്, പ്രതീക്ഷകളുമുണ്ട്. ഈ 3 കൂട്ടരുടെയും മനസ്സ് എങ്ങോട്ട് ചായുന്നുവോ അതാണ് തിരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുക. ഇത് വെറുമൊരു കണക്കല്ല, ഇവിടത്തെ രാഷ്ട്രീയത്തിന്റെ അടിത്തറയാണ്. 7.2%. ഇതൊരു വെറും നമ്പറായി കാണരുത്. പഠിച്ചിറങ്ങിയ ചെറുപ്പക്കാരുടെ, ഗൾഫിൽ നിന്നെല്ലാം നഷ്ടപ്പെട്ട് തിരികെ വന്ന പ്രവാസികളുടെ നെഞ്ചിലെ തീയാണ് ഈ കണക്ക്. ജോലിയില്ലാത്തൊരു വീട്ടിലെ അവസ്ഥ എന്തായിരിക്കും? ആ നിരാശ വോട്ടായി മാറും, ഉറപ്പാണ്. ഇതൊന്ന് കേട്ടുനോക്കൂ. എല്ലാ മഴക്കാലത്തും ഞങ്ങളുടെ റോഡ് പുഴയാകും. ആ വെള്ളത്തിൽ ഒലിച്ചു പോകുന്നത് ഞങ്ങളുടെ ജീവിതമാണ്. ഇത് തൃശൂർ നഗരത്തിലെ ഒരു വോട്ടറുടെ വാക്കുകളാണ്. റോഡിലൊരു കുഴി, അടഞ്ഞുകിടക്കുന്നൊരോട, ഇതൊക്കെയാണ് പലപ്പോഴും അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയം. അപ്പോ എന്തൊക്കെയാണ് ഓളൂരിലെ പ്രധാന പ്രശ്നങ്ങൾ? 1. ജാതിയുടെ പേരിൽ വോട്ടുകൾ മാറുന്നു. പരമ്പരാഗത കോട്ടകളിൽ വിള്ളൽ വീഴുന്നു. 2. സഹിക്കാൻ പറ്റാത്ത വിലക്കയറ്റം. 3. ഗൾഫിൽ നിന്നുള്ളവരുടെ പ്രതിസന്ധി. 4. ഗ്രാമങ്ങളിൽ കൃഷി നശിപ്പിക്കുന്ന കാട്ടുമൃഗങ്ങൾ. പിന്നെ ഏറ്റവും പ്രധാനമായി, സൗജന്യങ്ങൾ വേണ്ട, ജീവിക്കാൻ ഒരു ജോലി മതി എന്നൊരു ചിന്ത വളരുന്നുണ്ട്. ഇങ്ങനെയുള്ള യഥാർത്ഥ പ്രശ്നങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പോഴാണ് ജനാധിപത്യം അർത്ഥപൂർണമാകുന്നത്. ഓരോ പൗരനും തന്റെ അഭിപ്രായം പറയാനും അന്തസ്സോടെ ജീവിക്കാനും ഭരണഘടന അവകാശം നൽകുന്നുണ്ട്. ആ അവകാശത്തെ മാനിച്ചുകൊണ്ട് ആളുകളുടെ സ്വകാര്യതയെ ഹനിക്കാതെ വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ വിലയിരുത്തേണ്ടത് വളരെ പ്രധാനമാണ്. പ്രശ്നങ്ങൾ നമ്മൾ കണ്ടു. ഇനി ഈ പോർക്കളത്തിലേക്കിറങ്ങുന്ന കളിക്കാരെയും അവരുടെ തന്ത്രങ്ങളെയും നമുക്കൊന്ന് കീറിമുറിച്ച് പരിശോധിക്കാം. നിലവിലെ ഭരണമുന്നണിയുടെ കാര്യം നോക്കാം. ഒരു മന്ത്രിയുണ്ട്, നല്ല സംഘടനാ സംവിധാനമുണ്ട്. ഇതൊക്കെ വലിയ പ്ലസ് പോയിന്റുകളാണ്. പക്ഷേ ഭരണവിരുദ്ധ വികാരം ഒരു വശത്ത്, പ്രാദേശികമായി കാര്യങ്ങൾ നടക്കുന്നില്ല എന്ന പരാതി മറുവശത്ത്. സർക്കാരിന്റെ ക്ഷേമ പദ്ധതികൾ പറഞ്ഞു വോട്ട് പിടിക്കാം, പക്ഷെ BJPയുടെ വളർച്ചയും സ്വന്തം വോട്ടുകൾ ചോരുന്നതും അവർക്ക് വലിയ തലവേദനയാണ്. അപ്പോ ഇവിടെ പ്രധാനമായും 2 തരം കളിയാണ് നടക്കുന്നത്. LDF പറയുന്നത് ഞങ്ങൾ നിങ്ങൾക്ക് ക്ഷേമം തന്നു, മതേതരത്വം സംരക്ഷിച്ചു എന്നാണ്. BJP ആകട്ടെ ഹിന്ദു വോട്ടുകളെ ഒരുമിപ്പിക്കാൻ ശ്രമിക്കുന്നു, പ്രധാനമന്ത്രിയുടെ പേരും ദേശീയതയും ഉപയോഗിച്ച്. ഇത് 2 ആശയങ്ങൾ തമ്മിലുള്ള ഒരു യുദ്ധം തന്നെയാണ്. ഇത്രയും സങ്കീർണമായ ഒരു കളത്തിൽ ജയിക്കാൻ ഒരു സാധാരണ തന്ത്രം പോരാ, ഒരു ചതുർമുഖ തന്ത്രം തന്നെ വേണ്ടിവരും. അതായത് 4 ദിശയിൽ നിന്നും ഒരുപോലെ പ്രവർത്തിക്കുന്ന ഒരു സമഗ്രമായ പദ്ധതി. ആദ്യത്തേത് ശിവതന്ത്രം, അതായത് ഒരു താണ്ഡവത്തിന്റെ ഊർജ്ജത്തോടെയുള്ള ആക്രമണം. എതിരാളിയുടെ ഓരോ പിഴവും ജനങ്ങൾക്ക് മുന്നിലെത്തിക്കുക, സ്വന്തം അണികളെ എപ്പോഴും ആവേശത്തിൽ നിർത്തുക. രണ്ടാമത്തേത് വിഷ്ണുതന്ത്രം, മഹാവിഷ്ണുവിനെപ്പോലെ സ്ഥിരതയും സംരക്ഷണവും ഉറപ്പു നൽകുക. ഞങ്ങൾ വന്നാൽ എല്ലാം ശരിയാകും, ഭയപ്പെടേണ്ടതില്ല എന്നൊരു വിശ്വാസം ജനങ്ങളിൽ ഉണ്ടാക്കിയെടുക്കുക. മൂന്നാമത്തേത് ബ്രഹ്മാവ്, അതായത് പുതിയൊരു ലോകം സൃഷ്ടിക്കുന്ന ബ്രഹ്മാവിനെപ്പോലെ ഭാവിയെക്കുറിച്ചുള്ള സ്വപ്നങ്ങൾ നൽകുക. ടെക്നോളജി, പുതിയതരം ജോലികൾ, ഇതൊക്കെ പറഞ്ഞ് യുവാക്കളുടെ വോട്ട് പിടിക്കുക. നാലാമത്തത് ദുർഗ,
ദുർഗാദേവിയെപ്പോലെ ഒരു സംരക്ഷകയാവുക. നിങ്ങളുടെ അവകാശങ്ങൾ, നിങ്ങളുടെ വിശ്വാസങ്ങൾ, നിങ്ങളുടെ സുരക്ഷ ഇതെല്ലാം ഞങ്ങൾ സംരക്ഷിക്കും എന്ന് ഉറപ്പു നൽകുക. പ്രത്യേകിച്ച് ന്യൂനപക്ഷങ്ങൾക്ക് ആ ഒരു ധൈര്യം കൊടുക്കുക. ഓക്കേ, തന്ത്രങ്ങളെല്ലാം കൊള്ളാം. പക്ഷെ ഇതൊക്കെ എങ്ങനെയാണ് പ്രവൃത്തിയിൽ കൊണ്ടുവരുന്നത്? വെറും വാക്കുകൾ കൊണ്ട് കാര്യമില്ലല്ലോ. നമുക്ക് നോക്കാം എങ്ങനെ ഈ ആശയങ്ങളെ ജനങ്ങൾക്ക് അനുഭവിക്കാൻ പറ്റുന്ന കാര്യങ്ങളാക്കി മാറ്റാമെന്ന്. ഒരു വിജയകരമായ പ്രചാരണത്തിന് കൃത്യമായ ഒരു ടൈം ലൈൻ വേണം. അടുത്ത 30 ദിവസത്തിനുള്ളിൽ ചെയ്യേണ്ട കാര്യങ്ങൾ നോക്കൂ. സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നു, പ്രകടന പത്രിക പുറത്തിറക്കുന്നു, ബൂത്തിൽ ആളെ നിർത്തുന്നു. ഓരോ ദിവസവും പ്രധാനപ്പെട്ടതാണ്. ഇനി പെട്ടെന്ന് ഫലം കിട്ടുന്ന ചില കാര്യങ്ങൾ നോക്കാം. ഒന്നാമത്തേത് റോഡ് ആൻഡ് ഡ്രെയിനേജ് ബ്ലിറ്റ്സ്. ജനങ്ങളെ ഏറ്റവും കൂടുതൽ വലിക്കുന്ന പ്രശ്നം ഏതാണോ അതിന് ഉടൻ പരിഹാരം. വെള്ളക്കെട്ടുള്ള റോഡുകൾ ശരിയാക്കുമ്പോൾ അത് ഭരണത്തിലുള്ള വിശ്വാസം വർദ്ധിപ്പിക്കും. രണ്ടാമത്തേത് ഉപജീവന മുന്നേറ്റം. ഇത് തൊഴിലില്ലായ്മയ്ക്കുള്ള മരുന്നാണ്. വെറുതെ പണം കൊടുക്കുകയല്ല, പകരം ജോലി ചെയ്യാനുള്ള പരിശീലനവും സഹായവും നൽകുന്നു. സ്വന്തം കാലിൽ നിൽക്കാൻ ആളുകളെ സഹായിക്കുക, അതാണ് ലക്ഷ്യം. മൂന്നാമത്തേത് സേവന ക്യാമ്പ് വാനുകൾ. സർക്കാർ സേവനം തേടി ആളുകൾ ഓഫീസിൽ പോകുന്നതിനു പകരം സർക്കാർ ആളുകളുടെ അടുത്തേക്ക് ചെല്ലുന്നു. ഒരു റേഷൻ കാർഡിനോ പെൻഷനോ വേണ്ടി ഒരു ദിവസം മുഴുവൻ കളയുന്ന സാധാരണക്കാരന് ഇത് വലിയൊരാശ്വാസമാണ്. ഒരു തിരഞ്ഞെടുപ്പിൽ ജയിക്കുന്നതുകൊണ്ട് മാത്രം കാര്യമില്ല, അതൊരു തുടക്കം മാത്രമാണ്. ആ ജനവിധിയെ ജനങ്ങളുടെ ജീവിതത്തിൽ മാറ്റം കൊണ്ടുവരുന്ന, നിലനിൽക്കുന്ന ഒരു വിശ്വാസമാക്കി മാറ്റുന്നിടത്താണ് ഒരു നേതാവിന്റെ യഥാർത്ഥ വിജയം. ഇവിടെയാണ് ഭരണത്തിൽ സുതാര്യതയുടെ പ്രാധാന്യം വരുന്നത്. ജനങ്ങളുടെ വിവരങ്ങൾ അവരുടെ അനുവാദത്തോടെ സുരക്ഷിതമായി കൈകാര്യം ചെയ്യേണ്ടത് സർക്കാരിന്റെ ഉത്തരവാദിത്തമാണ്. ഇന്ത്യയുടെ പുതിയ ഡേറ്റാ പ്രൊട്ടക്ഷൻ നിയമങ്ങൾ ഇതിന് വ്യക്തമായ മാർഗനിർദ്ദേശങ്ങൾ നൽകുന്നുണ്ട്. ജനങ്ങളുടെ വിശ്വാസം നേടാൻ ഇത് അത്യാവശ്യമാണ്. അതുകൊണ്ട് ഓർക്കുക, തിരഞ്ഞെടുപ്പ് ഒരു ഫിനിഷിംഗ് ലൈൻ അല്ല. അത് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാനുള്ളൊരു സ്റ്റാർട്ടിംഗ് പോയിന്റാണ്. അവിടെ നിന്നാണ് യഥാർത്ഥ ഓട്ടം തുടങ്ങുന്നത്. ജനങ്ങളുടെ വിശ്വാസം നേടിയെടുക്കാനുള്ള ഓട്ടം. തെരഞ്ഞെടുപ്പ് നിങ്ങൾക്ക് ഭരിക്കാനുള്ള അവസരം തരും, ശരിയാണ്. പക്ഷേ വർഷങ്ങൾ കഴിഞ്ഞാലും ആളുകൾ നിങ്ങളെ ഓർക്കുന്നത് എന്തിന്റെ പേരിലായിരിക്കും? എന്താണ് ഒരു യഥാർത്ഥ പാരമ്പര്യം? ഈ ചോദ്യത്തിനുത്തരം കണ്ടെത്തേണ്ടത് ഓരോ നേതാവും ഓരോ പൗരനുമാണ്. നിങ്ങൾക്ക് ജനങ്ങളെ മുൻനിർത്തി പ്രവർത്തിക്കുന്നൊരു നേതാവാകാനും നിങ്ങളുടെ മണ്ഡലത്തെ ഉയരങ്ങളിലെത്തിക്കാനും ആഗ്രഹമുണ്ടെങ്കിൽ blueprintstrategies.ai യുമായി ബന്ധപ്പെടുക. ഇമെയിൽ mgr@blueprintstrategies.ai അല്ലെങ്കിൽ 08042041602 എന്ന നമ്പറിൽ വിളിക്കുക. രാഷ്ട്രീയത്തിനപ്പുറം ഒരു ലക്ഷ്യം.